ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒറ്റപ്പദം എന്ന ഒരു ഭാഗമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആട്ടം എന്നുള്ളതെന്ന് പറയുന്ന ഒറ്റപ്പദമാണ് ആന്തോളനം. അതു സംബന്ധിച്ച് തദ്വിഷയം, അതിഥിയെ സ്വീകരിക്കുന്നവൻ ആതിഥേയൻ, പ്രതിനിധാനം ചെയ്യുന്ന ആൾ പ്രതിനിധി, അന്യനു ചെയ്യുന്ന ഉപകാരം പരോപകാരം, അഭിപ്രായം മുദ്രകളിലൂടെ വെളിവാക്കുന്നത് അഭിനയം, അവസാനത്തെ അറിയിപ്പ് അന്ത്യശാസനം, അളക്കാൻ സാധിക്കാത്തത് അപ്രമേയം, അല്പനേരത്തേക്കു മാത്രം ക്ഷണികം, അകാരണത്താൽ തന്മൂലം, ആദ്യം മുതൽ അവസാനം വരെ ആദ്യാവസാനം, ആദ്യമായി കേൾക്കുമ്പോൾ തന്നെ മധുരമായി തോന്നുന്നത് ആപാദമധുരം, ആദരിക്കപ്പെടേണ്ടത് ആദരണീയം, ആരെയും ആശ്രയിക്കാത്ത അവസ്ഥ സ്വാശ്രയം, ഈശ്വരവിശ്വാസം ഇല്ലാത്തവൻ നാസ്തികൻ, ഉചിതമായ അവസ്ഥ ഔചിത്യം, ഉന്നതങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്നവൻ ഉൽപ്പതിക്ഷ, ഉദ്ദേശത്തോടു കൂടിയത് സ്വോദ്ദേശം, കാണാനുള്ള ആഗ്രഹം ദൃദൃക്ഷ, നിയോഗിക്കപ്പെട്ടത് നിയുക്തം, ജനനം മുതൽ മരണം വരെ ആജീവനാന്തം, തന്നിഷ്ടപ്രകാരമുള്ളത് സ്വച്ഛന്തം, താഴ്ന്ന സ്വരത്തിൽ പറയുന്നത് ആമന്ത്രം, തുടർന്നുകൊണ്ടിരിക്കുന്നത് അവിരതം, ദൈവത്തെ അറിയുന്നവർ ദൈവജ്ഞർ, നല്ലതുപോലെ പൂജിക്കപ്പെടുന്നത് എന്നുള്ളതിന് ഒറ്റ വാക്ക് സംപൂജ്യം, ഓരോ നിമിഷവും അനുനിമിഷം. പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിഷു, പരലോകത്തെ സംബന്ധിക്കുന്നത് പാരത്രികം, പരസ്പര വിരുദ്ധമായ തോന്നൽ വിരോധാഭാസം, പറയാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം, പാതി വിരിഞ്ഞ മൊട്ട് കോരകം, അങ്ങേയറ്റം വൈദഗ്ധ്യം നേടിയവൻ പാരംഗതൻ, 576 വർഷം ചേർന്ന ഒരു കാലയളവ് അവാന്തര യുഗം, അതിഥിയുടെ അവസ്ഥ ആതിഥ്യം, അതിനുശേഷം എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം തദനന്തരം, ആവശ്യത്തിനു മാത്രം സംസാരിക്കുന്ന ആളെ പറയുന്നത് മിതഭാഷി, അന്യഭാഷയിൽ നിന്നും ഒരു മാറ്റവും കൂടാതെ സ്വീകരിക്കുന്ന പദം തത്സമം, അവസരത്തിന് യോജിച്ചത് അവസരോചിതം, അർത്ഥത്തിനനുസരിച്ച് അന്വാർത്ഥം, അർത്ഥമില്ലാത്ത സംസാരത്തിന് ഒറ്റപ്പദം ജൽപ്പനം, അറിയാനുള്ള ആഗ്രഹത്തിനെ ജിജ്ഞാസ എന്നാണ് പറയുന്നത്, രോഗികളെ ശുശ്രൂഷിക്കാൻ ആതുര ശുശ്രൂഷ, പറയുന്ന ആൾ വക്താവ്, ആദരവോടുകൂടി എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം സാദരം, ആദിമധ്യാന്തയുക്തമായി പ്രതിപാദിക്കുന്ന നീണ്ട കഥയെ എന്തു പറയും? ആഖ്യായിക എന്നാണ് പറയുന്നത്. ഈശ്വരവിശ്വാസമുള്ളവൻ ആസ്തികൻ, ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം, എപ്പോഴും കൂടെ നടക്കുന്നയാളെ എന്തു പറയാം? സന്തത സഹചാരി എന്ന് പറയും. ഉദ്യോഗ സംബന്ധമായത് ഔദ്യോഗികം, ദീനന്റെ ഭാവം ദൈന്യം, നീതിയെ സംബന്ധിച്ചത് നൈതികം, ജനങ്ങളെ സംബന്ധിച്ചത് ജനകീയം, ജ്യേഷ്ഠൻ വിവാഹിതനാകുന്നതിനു മുമ്പ് അനുജൻ വിവാഹിതനാകുന്നതിനെ അനുവേശനം എന്ന് പറയുന്നു. തന്നെ സംബന്ധിച്ചിട്ടുള്ളത് ആത്മീയം, തിഥി നോക്കാതെ വരുന്നവൻ അതിഥി, ദുഃഖസൂചകമായ ആചരണം ഹർത്താൽ, തീഷണയെ സംബന്ധിക്കുന്നത് ദൈക്ഷണികം, നായകൻ്റെ എതിരാളി പ്രതിനായകൻ, നിലവിലിരിക്കുന്ന വ്യവസ്ഥക്കെതിരെ പൊരുതുന്നവനെ വിപ്ലവകാരി എന്ന് പറയും. 1/10 ഭാഗം ദശാംശം. അനുരാഗബദ്ധരായ സ്ത്രീ പുരുഷന്മാരുടെ വേർപാടുണ്ടാകുന്ന അവസ്ഥയെ വിപ്രലംഭം എന്ന് പറയുന്നു. പരിഭാഷപ്പെടുത്തുന്നവനെ അനുവാദകൻ എന്ന് പറയുന്നു. പറയുന്ന ആൾ വക്താവ്, പിതാവിൽ നിന്ന് ലഭിക്കുന്നത് പൈതൃകം.